കാർബൺ ബേസ്ഡ് മെറ്റീരിയൽ മൊണാഷിൽ നടന്നു കഴിഞ്ഞിട്ടുള്ള ഒരു വർക്കിനെ കുറിച്ച് പറയാവുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് എല്ലാ വർക്കുകളെയും ഒന്നും അറിയില്ല. മൊണാഷിൽ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കാർബൺ എന്ന് പറയുമ്പോൾ കാർബൺ എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചർ ചെയ്തിട്ട് കാർബണാക്കി മാറ്റുന്ന പരിപാടി, ഗ്രാഫൈറ്റ് ആക്കിയിട്ട് മാറ്റുന്ന പരിപാടികൾ, പിന്നെ എന്താണ് അല്ലാതെ ഈ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഈ ഗ്രാഫിൻ ഓക്സൈഡിലാണ്. ഗ്രാഫിൻ ഓക്സൈഡിലൊക്കെ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ റീസെൻ്റായിട്ട് എൻ്റെ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്ത ഒരു വർക്കിനെ കുറിച്ച് പറയാം. അപ്പോൾ ആ വർക്ക് എന്ന് പറയുന്നത് ഞാനൊരു കോദറാണ്. അപ്പോൾ എൻ്റെ ഗ്രൂപ്പ് മേറ്റാണ് അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഗ്രൂപ്പ് മേറ്റ് ഊബട്ട് മഹോഫ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ഒരു ഗ്രൂപ്പ് മേറ്റാണ്. അപ്പോൾ പുള്ളിയാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഏറ്റവും നല്ലതുപോലെ അറിയുന്ന ഒരു കാര്യം പറയാം. അതിപ്പോൾ ഈ നമ്മുടെ ഫ്രൈ പാനൊക്കെ ഉണ്ടല്ലോ, ഫ്രൈ പാൻ്റെയൊക്കെ നോൺ സ്റ്റിക്ക് പാൻസ്, അതിന് മുകളിലുള്ള കോട്ടിങ് ഉണ്ടല്ലോ. ഈ കോട്ടിങ്ങൊക്കെ നമ്മൾ പല വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും. ഈ കോട്ടിങ് നമ്മൾ വയറിൽ ചെന്നാൽ പ്രശ്നമാണ്, ക്യാൻസറൊക്കെ വരും എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു കോട്ടിങ് എന്ന് പറയുന്നത് PFAS എന്ന് പറയുന്ന ഈ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. PFAS എന്ന് പറയും. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പുള്ളി എന്താണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഈ പുള്ളി ഒരു മെംബ്രെയിൻ കണ്ടുപിടിച്ചു. എന്നുവെച്ചാൽ മെംബ്രെയിൻ ഈ ഫിൽറ്റർ പോലെയാണ് ഈ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെംബ്രെയിൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ സ്മോൾ കോൺസെൻട്രേഷനിൽ വരെ വരുന്ന PFAS, ഡിഫറെൻറ്റ് PFAS ഉണ്ട്. ഡിഫറെൻറ്റ് PFAS നമ്മുടെ ഈ ഒരു വേൾഡിലുണ്ട്. അപ്പോൾ ഇതിനെ ഫിൽട്ടർ ചെയ്യാനും വേണ്ടിയിട്ട് പുള്ളി ഒരു മെംബ്രെയിൻ ഡിസൈൻ ചെയ്തു. ഇത് ഗ്രാഫിൻ ഓക്സൈഡ് ബേസ്ഡ് ആയിട്ടുള്ള മെംബ്രെയിനാണ്. അപ്പോൾ ഇതിപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ പറയാം, ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇങ്ങനെ പല റിസർച്ചൊന്നും നടക്കുന്നുണ്ട്.